എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത 2025 വരെയുള്ള സമയം പൂരാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങമാസം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലം പൂരാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Beginning, perseverance, divine support, generosity, steadfastness, blessing. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ വളരെ ശുഭമായിട്ടുള്ളൊരു വർഷമാണ്. ആദ്യം തന്നെ ബിഗിനിങ് എനർജിയാണ്. ഈ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു തുടക്കം ഈ ഒരു വർഷത്തിൽ എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞുപോയി എന്ന് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇനി ഒന്നും നടക്കില്ല എന്ന് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ചില ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. പാസ്റ്റ് എന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില ബന്ധങ്ങൾ, സൗഹൃദങ്ങളായിരിക്കാം, ചില വഴക്കിട്ട് പോയിട്ടുള്ള ബന്ധുക്കളായിരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ജീവിതം വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതിന്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പഴയ കാലങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ മനസ്സിന് സന്തോഷമേകുന്ന ഓർമ്മകൾ നൽകുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റ് ഫേസിലൊക്കെ ഉള്ളവരാണെങ്കിൽ റിട്ടയർമെന്റ് നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ചില കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചന മനസ്സിൽ അതിന്റെ ഒരു പശ്ചാത്താപം മനസ്സിലുള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ അത് ആരെയായിട്ട് പറഞ്ഞു തീർക്കാൻ വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്ത് പറഞ്ഞു തീർക്കുക. അല്ലാതെ പശ്ചാത്താപം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ അത് അവിടെ ഇരുന്നൊരു പുണ്ണാകുകയാണ്. അപ്പൊ ആ ഒരു പുണ്ണ് ആയിട്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിനത് നല്ലതല്ല. അതുകൊണ്ട് അത് പറഞ്ഞു തീർക്കുക. ഉള്ളിന്റെ ഉള്ളില് ആ ഒരു ഋണം വച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. അത് പറഞ്ഞ് അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കം ബന്ധങ്ങളിൽ വരുത്താൻ ശ്രമിക്കുക. പലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. പഴയ ബന്ധങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഇത് മനസ്സിൽ നിന്ന് മാറ്റി സംസാരിച്ച് തീർത്ത് പുതിയ രീതിയിലേക്ക് പഴയ ബന്ധങ്ങൾ പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാണ് കാണിക്കുന്നത്. പക്ഷെ ചുരുക്കം ചില ആളുകളിൽ ഈ പറഞ്ഞ പോലെ മനസ്സിൽ നിന്ന് വിട്ടുകളയാനുള്ളൊരു ഭയമോ പേടിയോ വാശിയോ ഒക്കെ ഉണ്ട്. അത് മാറ്റിവെക്കുക, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. പെർസീവറൻസ് എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയസാധ്യതകളുള്ള സമയമാണ് ഈ ഒരു വർഷത്തിൽ പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ജോലിയിൽ വളരെ വിജയസാധ്യത ഉള്ള സമയം എന്ന് പറയുകയാണെങ്കിൽ ജോലിയിൽ ഉയർച്ചയാണ് കാണിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടാവും എന്തൊക്കെ പരിശ്രമിച്ചാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവസാനം വീണ്ടും ആ ഒരു പഴയ ഇതിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ വർക്ക് ചെയ്തതിന്റെ ഫലമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മാനസികമായിട്ട് പല കാര്യങ്ങളും തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ജോലിയിൽ പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളൊരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചു, കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എപ്പോഴും ഒരു സർക്കാർ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക. അതാവുമ്പോൾ പലരും പറയുന്നത് സർക്കാർ ജോലി ആകുമ്പോൾ ജീവിതകാലം മുഴുവൻ എന്നേക്കും ഉണ്ടാകും, അതാകുമ്പോൾ പെൻഷൻ കിട്ടും, എന്നതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലിയിൽ ജോയിൻ ചെയ്ത ഒരു 10, 25, 35 എത്ര വർഷം കഴിഞ്ഞാണോ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിയമങ്ങൾ എന്നും മാറി വരികയാണ്. ഇതേ നിയമം തന്നെയായിരിക്കും അന്ന് എന്ന് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ കുറിച്ചിട്ടാണ്.
പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലാണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ കഴിയുന്നു, അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ സെറ്റിൽഡ് അല്ല, സ്റ്റേബിൾ അല്ല, ഒരു സ്ഥിരതയില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത നിങ്ങൾ എടുത്ത് കളയാണ് വേണ്ടത്. സ്ഥിരതയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏത് ജോലിയിലാണെങ്കിലും ആ ജോലിയിൽ നിങ്ങൾക്ക് ഉയരാൻ പറ്റും. അതിൽ എത്രത്തോളം ഉയരണം എന്നുള്ളതാണ്. കാരണം ഇവിടെ നിരാശ കാണിക്കുന്നത്, അനാവശ്യമായിട്ട് നിരാശയുടെ ആവശ്യമില്ല, ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ടാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തന്നെ പറയാം. ഒരു പുനർജീവിതം എന്നൊക്കെ നമ്മൾ പറയാം, പുനർജന്മം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ്. കാരണം പലരെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക, ഇഷ്ടമില്ലാത്ത വിവാഹ ബന്ധത്തിലായിരിക്കാം, ഇഷ്ടമില്ലാത്തത് എന്തോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിലാണ് ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത്. കാരണം ഒരു പുനർജന്മമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാം, ഇഷ്ടമില്ലാത്ത ഒരു വിവാഹ ബന്ധമാണെങ്കിൽ അത് വേർപെടുത്തി മുന്നോട്ടേക്ക് പോവാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സും അടുത്ത് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം എന്നുള്ളൊരു രീതിയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ള സമയമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം നിങ്ങൾ ഉണ്ട് താനും. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതികളാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളൂ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ആ ഒരു ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ജനറോസിറ്റിയാണ് ഇവിടെ പറയുന്നത്. പല ആളുകളും ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീട് വയ്ക്കാനോ വലിയ രീതിയിൽ വീട് വയ്ക്കാനോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ലോൺ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോൺ ലഭിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. വളരെയധികം ഭാഗ്യമുള്ള സമയമാണ് ഈ സമയം. അപ്പോൾ ലോട്ടറി ഭാഗ്യമുള്ള സമയം എന്ന് പറയാൻ വേണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഈ ഒരു ലോട്ടറി എടുക്കുക, നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴും പറയുമ്പോഴെടുത്ത് പറയുകയാണ്. കാരണം ഒരു ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി, നിങ്ങൾക്ക് അടിച്ചിരിക്കും. അന്ന് അത് കേട്ടിട്ട് ഒത്തിരി ലോട്ടറി ഏതെങ്കിലും അടിക്കട്ടെ എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കാണ്, നമ്മൾ പറയില്ലേ ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ, നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ എത്തും. അതിന് നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം എന്തായാലും എടുക്കണം, കാരണം ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ എടുക്കുക, ഒരെണ്ണം മാത്രം. അപ്പോൾ ഇതെടുത്ത് പറയുന്നു. ഭാഗ്യം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പലതരത്തിലാവും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗം വെച്ച് കിട്ടാനുള്ളത്, വീതം കിട്ടാനുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഭാഗം വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീതം ലഭിച്ചിട്ടുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. പിന്നെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയുമല്ലോ, നമ്മൾ ഉയരത്തിലേക്ക് പോകുന്ന സമയമാണ്. പിന്നെ ഈ ഒരു മടി, അല്ലെങ്കിൽ അതായത് മുന്നോട്ടേക്ക് കുറച്ച് പോയി കഴിയുമ്പോൾ ഇതല്ല, സ്വയം ഒരു സംശയം തോന്നലുണ്ട്. മടി അതിനേക്കാൾ കൂടുതൽ അത് ഒരു സെൽഫ് ഡൗട്ടാണ്, സ്വയം ഒരു വിശ്വാസമില്ല, സംശയമാണ്. ഇങ്ങോട്ടേക്കല്ല, എന്തെങ്കിലും ചെറിയ തടസ്സം വന്നു കഴിയുമ്പോൾ ഇതല്ല എന്ന് പറഞ്ഞ് വഴിമാറിപ്പോവും. അങ്ങനെ നിങ്ങൾ വഴിമാറാൻ നിന്ന് എന്നും ഇങ്ങനെ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കും. തടസ്സങ്ങൾ എന്ത് വന്നാലും അതിനെ അതിജീവിച്ച് മുന്നേറാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇതെടുത്ത് പറയേണ്ടുന്ന കാര്യമാണ്. ഇടയ്ക്ക് വെച്ചിട്ട് വിദ്യാഭ്യാസം ഇതെനിക്ക് പറ്റിയതല്ല എന്ന് വെച്ച് വിട്ടുപോകാതിരിക്കുക. അങ്ങനെ പലയിടത്ത് വിട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം വിദ്യാർത്ഥികളുടെ സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതല്ല, ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് ജോലിയുടെയും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനെ അതിജീവിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ആ ഒരു സാഹചര്യം ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ്. മേലധികാരികൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് കഠിനാധ്വാനം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പ്രൊമോഷനോ ശമ്പള വർധനവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹം ചൊരിയുന്ന ഡിവൈൻ സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിങ് ആണ് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ച് കാത്തിരുന്ന പലതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ്.
ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്, ആഗ്രഹിച്ച പോലത്തെ ഒരു വിവാഹം, ആഗ്രഹിച്ച പോലത്തെ ജോലി, പലതും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കിട്ടുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഈ ഒരു വർഷക്കാലം. അപ്പോൾ ആ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.